ഇവിടെ പ്രതിനിധികൾ അമലും ഹരീഷയും തുടരുന്നുണ്ട്. ഇപ്പോഴും ഹരി മെഡിക്കൽ കോളേജിലാണുള്ളത്. ഹരി, ഈ കുഞ്ഞുമായി ശസ്ത്രക്രിയ പൂർത്തിയായ കുഞ്ഞിൻ്റെ ബന്ധുക്കളുമായ ആരോടെങ്കിലും നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അവിടെ നിൽക്കുന്ന ആരെങ്കിലുമൊക്കെ എന്താണ് പറയുന്നത്? കണ്ണു നിറയാതെ ഇന്നൊരാൾക്കും സംസാരിക്കാൻ കഴിയില്ലെന്ന് ഉറപ്പല്ലേ? അതെ അതെ, പക്ഷേ ആ ഒരു നല്ല വാർത്തയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. ഇന്നലെ ആ ദൗത്യം നമ്മൾ കണ്ടു. ആ ദൗത്യത്തിന്റെ തുടർച്ചയായി ആശുപത്രിയിൽ ശസ്ത്രക്രിയ നടന്നു. അതിനുശേഷം ആ കുഞ്ഞുമോളുടെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ടുള്ള നല്ല വാർത്ത നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഇപ്പോൾ 4 മണിയോട് കൂടിയാണ് ആ ശസ്ത്രക്രിയ പുറത്തായത്. ഞാൻ ആ കുഞ്ഞിന്റെ ശ്രേയയുടെ ബന്ധുക്കളുമായി സംസാരിക്കാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. അപ്പോൾ അകത്തോട്ട് കയറുന്ന സമയത്ത് അവിടെ നിന്ന് അവർ പറഞ്ഞിരുന്നു രാവിലെ വന്ന് ചായ വാങ്ങിയതിന് ശേഷം അവർ അകത്തേക്ക് പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ച് കഴിയുമ്പോൾ അവർ തിരിച്ചു വരും എന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവരോട് അവരെന്താണ് അറിഞ്ഞത് എന്നുള്ള കാര്യങ്ങൾ ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അത് കൂടാതെ തന്നെ ആരോഗ്യ സംബന്ധമായ ഔദ്യോഗികമായ ആശുപത്രി അറിയിക്കേണ്ട ചില വിവരങ്ങളുണ്ട്. അക്കാര്യം കൂടി നമ്മൾ അറിയണം. അതും അടുത്ത നിമിഷങ്ങളിൽ നമ്മൾ ആശുപത്രി അധികൃതരുമായി സംസാരിച്ചതിന് ശേഷം അതും നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ഇതിനൊപ്പം തന്നെ തൊട്ടടുത്ത് ശ്രീചിത്ര ആശുപത്രിയുടെ കാര്യം കൂടി നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഹൃദയവാൽവ് ഇന്നലെ ഇവിടെ വൃക്കകൾ എത്തിച്ചതിന് ശേഷം ഹൃദയവാൽവ് കൊണ്ടുപോയത് അവിടെയാണ്. പക്ഷെ അത് ഇനി അടുത്ത് ഒരാളെ കണ്ടെത്തി ആയിരിക്കണം ആ ശസ്ത്രക്രിയ മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഹൃദയവാൽവ് നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാൻ കഴിയുന്ന ഒരു അവയവമായതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ ആശങ്കപ്പെടേണ്ട സ്ഥിതിയില്ല. പക്ഷേ തിരുവനന്തപുരത്ത് നടക്കുന്ന മറ്റ് 2 ശസ്ത്രക്രിയകളും വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് ഒന്ന് വിജയകരമായി പൂർത്തിയായതും മറ്റൊന്ന് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നതും. എന്തായാലും വരും മണിക്കൂറുകളിൽ ഈ കുട്ടികളുടെ, അതായത് ശസ്ത്രക്രിയയ്ക്ക് വിധേയമായ കുട്ടികളുടെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാം. തീർച്ചയായിട്ടും നല്ലതുണ്ടാവുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഹരി, എല്ലാം ശുഭകരമായി തന്നെ വരുമെന്ന് കരുതാം. അമൽ തേനമ്പറമ്പിൽ കൂടി ചേർന്നു വിവരങ്ങളുമായി. അമൽ, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? മോത്തി, കിംസ് ആശുപത്രിയിൽ 6 മാസം പ്രായമായ കുഞ്ഞിൻ്റെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ പുരോഗമിക്കുകയാണ്. ആ ഒരു 10 മണിയോടെ അത് പൂർത്തിയാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ആ കുഞ്ഞിൻ്റെ കുഞ്ഞിൻ്റെ അമ്മയുടെ സഹോദരൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്, വിനോദ്. എത്ര സമയത്തിനുള്ളിൽ ഈ ശസ്ത്രക്രിയ പൂർത്തീകരിക്കുമെന്നാണ് പറയുന്നത്? ഇപ്പോൾ സർജറി ഏകദേശമൊക്കെ ആയി. ഒരു വാൾവ് പ്രവർത്തിച്ചു തുടങ്ങി. ഇനി ഒരു വാൾവും കൂടെ ഉണ്ട്. അപ്പോൾ അത് പ്രവർത്തിച്ചവിടെ ഫിക്സാവുമെന്ന് പറയുന്നു. ഇപ്പോൾ ഡോക്ടർമാർ ഇപ്പോൾ 2 മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പറയുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് എന്തിനാണെന്ന് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്നലെ മുതൽ എല്ലാവരും ചേർന്ന് ആ കുഞ്ഞിൻ്റെ ശസ്ത്രക്രിയ, ഇതൊരു സ്വകാര്യ ആശുപത്രിയാണ് എന്നുള്ളത് നമുക്കറിയാം. ഇപ്പം SIT ശസ്ത്രക്രിയ നടക്കുന്നത് പോലെയല്ല. നിങ്ങൾക്ക് ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇന്നലെ ആ കുഞ്ഞിൻ്റെ അമ്മയടക്കം പറഞ്ഞിരുന്നു. അപ്പോൾ കുറച്ച് പണമൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എത്രത്തോളം പണം ആവശ്യമുണ്ട് ഈ ശസ്ത്രക്രിയ പൂർത്തിയാക്കി ഇവിടെ നിന്നും മടങ്ങണമെങ്കിൽ? 10 ലക്ഷത്തോളം ഇനി വേണം, ആവശ്യമുണ്ട്. നമ്മൾ 10 ലക്ഷം രൂപ അടച്ചിട്ടുണ്ട്. ഇനി 10 ലക്ഷം രൂപ അടുത്ത് വേണം ഇവിടെ, എന്നാലേ നമുക്ക് ഇതാവുള്ളൂ. പിന്നെ അടുത്ത ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങൾക്കായാലും നല്ലൊരു എമൗണ്ട് ചിലവാകുന്നുണ്ട്. ഇവിടേക്ക് എത്തുമ്പോൾ ഇങ്ങനെയൊരു അവയവദാനം ഉണ്ടാകും, അല്ലെങ്കിൽ ഒരാളിൽ നിന്നൊരു അവയവം ലഭിക്കും എന്നൊക്കെ കരുതിയിരുന്നോ? ഇല്ല, ഒരിക്കലും ഇല്ല. പെട്ടെന്നായിരുന്നു വിളിയായ. അമ്മയുടെ ആദ്യം സൂട്ടാവുമെന്ന് പറഞ്ഞ് ചെയ്തു. അപ്പം ഫാറ്റി ലിവർ ആയതുകൊണ്ട് അമ്മയുടെ എടുക്കാൻ പറ്റിയില്ല. പിന്നെ തന്തിയൻ്റെ നോക്കി. തന്തിയൻ കൂലിപ്പണിക്കാരനാണ്. അപ്പോൾ തന്തിയനും ഈ അസുഖങ്ങൾ അച്ഛൻ. അപ്പം അച്ഛന് ഭയങ്കര ബുദ്ധിമുട്ടായ പിന്നെ അച്ഛനെ കൊടുക്കാമെന്ന് പറഞ്ഞ് സമ്മതിച്ച് എല്ലാം ടെസ്റ്റെല്ലാം കഴിഞ്ഞ് എന്നപ്പോൾ ഈ പെട്ടെന്നുള്ള ആ വിളി വരണം. ഉച്ചയ്ക്ക് പെട്ടെന്ന് എത്തണം, ഇതുപോലെ ഒരു കരൾ കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ ഇത്രയും പെട്ടെന്ന് ആശുപത്രി എത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളതിൽ വേറെ വഴിയില്ല. 10 ലക്ഷം രൂപ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളതുകൊണ്ട് എല്ലാവരും പിരിച്ചു പറക്കി തന്ന കൗൺസിലർമാരായാലും ജനങ്ങളായാലും എല്ലാവരും പിരിച്ചു വരയ്ക്കുന്ന പൈസയാണ് ഇവിടെ കൊണ്ടു കൊടുത്ത് നമ്മൾ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയത്. മുഴുവൻ എത്ര രൂപ വേണമെന്നാണ് അവർ പറയുന്നത്? 20 ലക്ഷം രൂപ പറയുന്നു. പിന്നെ അതൊക്കെ മേലെ ഇനി നമ്മളത് അപ്പോഴത്തെ കണ്ടീഷൻ പോലെ ഇരിക്കുമെന്ന് പറഞ്ഞ്. ഇനി അതിൻ്റെ മുകളിലോട്ടേ പൈസ പോവുള്ളൂ എന്ന് പറഞ്ഞ്. കുറയത്തില്ല, ഇനി അതിൻ്റെ മുകളിലോട്ടേ ആവുള്ളൂ എന്ന് പറഞ്ഞു. മോത്തി, അതാണ് പറയുന്നത്. അതായത് നിലവിൽ പകുതി പണം അടച്ചിട്ടുണ്ട്, പക്ഷേ പകുതി പണം കൂടി ഇനിയും ലഭിക്കാനുണ്ട്. ഇന്നലെയൊക്കെ നമ്മൾ ഈ വാർത്തയൊക്കെ നൽകിയതിന് പിന്നാലെ ഒരുപാട് ആളുകൾ സഹായവുമായിട്ട് രംഗത്തെത്തിയിരുന്നില്ലേ? നമ്മളേക്ക് ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ടായിരുന്നു, നിങ്ങളെ സഹായിക്കാൻ താല്പര്യമുണ്ട്, അക്കൗണ്ടിലേക്ക് പണം അയച്ചിട്ട് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ ചില ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ലിമിറ്റഡ് കാണിക്കുന്നുണ്ട്, പണം വേറെ വരുന്നില്ല. അപ്പോൾ അത് നമുക്ക് എന്തെങ്കിലും സൊല്യൂഷൻ നമുക്ക് അറിഞ്ഞൂടാ. അക്കൗണ്ട് വഴി വരുന്നില്ല. എൻ്റെ ബാങ്കിൻ്റെ പ്രശ്നമാണോ എന്തിനാണെന്ന് അറിഞ്ഞില്ല. എന്തെങ്കിലും സഹായം ചെയ്താൽ അതിൽ ഫോൺ നമ്പർ എന്ത് വേണം തരാം. അല്ല, നമ്മൾ അക്കൗണ്ട് നമ്പറും ഈ പറയുന്ന ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിലും എല്ലാം
നമ്മൾ പ്രേക്ഷകരെ കാണിക്കുന്നുണ്ട്. നിങ്ങളെ പറ്റുന്നതുപോലെ എല്ലാവരും സഹായിക്കുന്നുമുണ്ട്. കഴിഞ്ഞ രാത്രിയിലൊക്കെ ഒരുപാട് ആളുകളൊക്കെ നമ്മുടെ ഓഫീസിലേക്കൊക്കെ വിളിച്ച് സംസാരിച്ചിരുന്നു, അയക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ അയക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഇന്നലെ എന്തെങ്കിലും പ്രശ്നമുണ്ടായതാണ് എങ്കിൽ ഇന്നിപ്പോൾ ആ പ്രശ്നമില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു കുഞ്ഞ് 6 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിന് നമ്പറൊക്കെ വീണ്ടും കൊടുക്കുന്നുണ്ട്. IFSC കോഡ് അടക്കം എല്ലാ ബാങ്ക് ഡീറ്റെയിൽസും വീണ്ടും സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്.